നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം മാനത്തോടു കൂടി ചാവില്ല. അമ്മ കണ്ടുപിടിച്ച പുതിയ കുറ്റം എന്താ? ഇന്നും ഇവളെ തിരക്കി ആളുകൾ വന്നിരുന്നു ഇവിടെ. ഇരുട്ടത്ത് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ. എന്താ നീ കണ്ടത്? അത് നമ്മൾ ഒന്നിച്ച് പ്രിയങ്ക കണ്ടാലും കാണട്ടെ എന്നങ്ങ് വിചാരിക്കണം. പ്രിയങ്കയല്ല, ഈ ലോകത്ത് ആര് കണ്ടാലും എനിക്കത് പ്രശ്നമല്ല. ഇതെന്റെ അവകാശമാണ്. താലി കിട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ അവകാശമാണ്. ഞാൻ കുറച്ച് ദൂരെയാണ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ. വരുണിന്റെ മനസ്സിൽ അത് ഉറച്ചു കിടക്കുക. പ്രിയങ്ക മോൾ ഒപ്പം താമസിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ എപ്പോഴും രാധികയാണ്. ഇതെങ്ങനെയാമ്മേ ഞാൻ സഹിക്കുന്നത്? നമ്മളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ദുരന്തമല്ലേ ഇത്? യശോദേ, തലയ്ക്ക് തീ പിടിച്ചാലും അതിനും ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ. പ്രിയങ്കമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിച്ചേ പറ്റൂ. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. രാധിക ഇവിടുന്ന് പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരണം നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാനാവാത്ത അവസ്ഥയിൽ ഞാനിനി ആ തീരുമാനമെടുക്കാൻ പോവാ. അവളിനി ആറ്റുവാശ്ശേരിയിൽ വേണ്ട. ദേവൻ വരുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. തടസ്സം പിടിക്കാൻ നീ വരരുത്. നീ ഇവിടെ തന്നെ ഭഗവാന്റെ മുമ്പിൽ തന്നെ ഇരുന്നോളണം. ഭഗവാനെ, എഴുന്നേക്കടി. നിന്റെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാ എല്ലാം എടുത്തു. ഈ കുടുംബത്തിന് ഇനി നിന്റെ പേരിൽ കണ്ണീരൊഴുക്കാൻ പറ്റില്ല. എന്റെ മകനും അവന്റെ ഭാര്യയ്ക്കും മകൾക്കും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം. അതിന് നിന്റെ ആവശ്യമില്ല. പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് ഇറങ്ങാൻ നോക്ക്. ഞാൻ എങ്ങോട്ടും പോയില്ല. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോ, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തു തള്ളും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി കണ്ണിൽ കണ്ട ആണുങ്ങളുമായിട്ട് നീ അഴിഞ്ഞാടി നടക്കുന്നതിന്റെ മുഴുവൻ കഥകളും ഞാൻ പറയും. മുത്തശ്ശി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിന്നെ ന്യായീകരിക്കാൻ ഇവിടെ ആരുമില്ല. നീ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കണ്ടിട്ടാ യശോദ ഈ അവസ്ഥയിലായത്. നിനക്കെന്റെ പ്രിയങ്കമോളുടെ ജീവിതം ഇല്ലാതാക്കണം അല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങി വാടി ഇങ്ങോട്ട്. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എന്നെ വിടല്ലേ? ഇങ്ങോട്ട് ഞാൻ പറയുന്നത് കേക്ക്. മുത്തശ്ശി, ഇറങ്ങി. മുത്തശ്ശി പ്ലീസ്. മുത്തശ്ശി വിട്. ഇറങ്ങി പോവാ. എന്നോട് പറഞ്ഞു വിടലെന്ന് പറ. മുത്തശ്ശി, മുത്തശ്ശി, അച്ഛാ, അച്ഛാ,
എന്താ അമ്മയെ കാണിക്കുന്നത്? എന്താ ഈ കാണിച്ചതെന്ന്? ഇവളിനി ഈ വീട്ടിൽ വേണ്ട. ഇവളിവിടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം മാനത്തോടു കൂടി ചാവില്ല. അമ്മ കണ്ടുപിടിച്ച പുതിയ കുറ്റം എന്താ? ഇന്നും ഇവളെ തിരക്കി ആളുകൾ വന്നിരുന്നു ഇവിടെ. ഇരുട്ടത്ത് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇക്കാര്യം ഇതിനു മുമ്പ് അമ്മ പറഞ്ഞിട്ടില്ലേ? ഏതോ ഒരു പുരുഷന്റെ കൂടെ ഇവള് കേറി വന്നു. അന്ന് പിന്നെ എന്താ സംഭവിച്ചത്? യശോദയല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്ന്? സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഈ കുഴപ്പം. ദേവാ, നീ കാര്യങ്ങൾ അറിയാതെയാ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ നെഞ്ചിൽ കിടന്ന് നീറുന്ന കാര്യങ്ങള് നീ അറിഞ്ഞാൽ. എന്ത് കാര്യങ്ങളാ? ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഈ കുടുംബത്തിലുള്ളത്? പറയൂ അമ്മ. അമ്മേ, ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം കള്ളം സത്യാവില്ല. അമ്മയ്ക്ക് എന്റെ മോളെ ഇഷ്ടമല്ല. പലതവണ പടികടത്തി വിടാൻ അമ്മ ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് അനുവദിക്കില്ല. മോളകത്ത് പോ. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? യശോദേ, ഇതിനിങ്ങനെ തുടരാൻ പറ്റില്ല. ഇനി അതിന് ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. എത്രയും പെട്ടെന്ന് രാധിക മോളുടെ വിവാഹം നടത്തണം. അതോടെ അവളെ കണ്ടുകൂടാന്നുള്ള അമ്മയുടെ പരാതി തീരുമല്ലോ. മതി. ഏതെങ്കിലും കണ്ണുപൊട്ടനെയോ കാലിൽ മുടന്തുള്ളവനെയോ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു കൊടുക്ക്. ഇവിടുന്ന് ഇറങ്ങി പോകട്ടെ, നാശം. എന്റെ മോക്ക് യോഗ്യതയുള്ള ഒരാളെ തേടി കണ്ടെത്താൻ എനിക്ക് അറിയാമേ. അക്കാര്യത്തില് ദേവനാരായണൻ പരിഗണന ഒട്ടും കുറക്കില്ല. പക്ഷേ യശോദേ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് തന്നെയാണ് പരിഹാരം. അവളുടെ കല്യാണം നടക്കട്ടെ. കല്യാണം നടത്താൻ എന്താ വേണ്ടതെന്ന് വെച്ചാ സന്തോഷത്തോടെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. എന്നാലും ദേവേട്ട, പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞ എന്റെ കടങ്ങളുണ്ട്. അത് വീട്ടിൽ തീർക്കാനാവുമെന്ന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് എന്റെ 2 മക്കളും ഒരുപോലെയാണ്. രാധികമോളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. നല്ലൊരു ബന്ധം വന്ന എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.